ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ സ്പ്ലെൻഡർ B6 മോഡൽ വണ്ടിയാണ്. നമുക്കത് ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യണം. ബ്രേക്ക് ലൈനർ മാക്സിമം ഉപയോഗിച്ചേക്കണം കേട്ടോ. നമുക്ക് ബ്രേക്ക് ലൈനർ മാറ്റിയിടണം നല്ലത്. കാരണം എന്ന് വെച്ചാൽ പരമാവധി അതിൻ്റെ അഡ്ജസ്റ്റിങ്ങിലേക്ക് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീലിൻ്റെ ഡാമ്പർ റബ്ബറുകളൊക്കെ പൊട്ടിപ്പോയിട്ട് ഫസ്റ്റ് വെച്ച് ഒട്ടിച്ച് വെച്ചാണ്. അപ്പോൾ നമുക്ക് മാറ്റിയിടാം, കാരണം അത് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. ചെയിൻ സ്പോക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ സ്പോക്കറ്റ് വലിയ പഴക്കമായിട്ടില്ല. പുതിയ സ്പോക്കറ്റാണ് കിടക്കുന്നത്. കമ്പനി സ്പോക്കറ്റ് അല്ല, പക്ഷെ എന്നാൽ പോലും പുതിയ സ്പോക്കറ്റാണ്. നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് നമുക്ക് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വാൽവിൻ്റെ ടാപ്പറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂസായിട്ടുണ്ട്. അത് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. വേറെ കംപ്ലൈൻറ്റ് തോന്നണമൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യും. കേബിളുകളൊക്കെ ചെറിയൊരു ഔട്ടർ വലിച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് വലിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഔട്ടർ. അത് തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. കൂടുതൽ കംപ്ലൈൻറ്റ് കാണിക്കുമ്പോൾ മാറ്റിയാൽ മതി. പിന്നെ ഓൾറെഡി നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. കാരണം അത്യാവശ്യം പഴക്കമായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ, ബാറ്ററി ഇതിൽ ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 12.5 വോൾട്ട് ഉണ്ട്. നമുക്ക് 12.77 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂസ് ഇവിടെ കാണിക്കുന്നത് കംപ്ലൈൻ്റ് ആയിട്ടാണ്. അതുകൊണ്ട് പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കാം. സെൽഫൊക്കെ വർക്കിംഗ് ആണ്, പക്ഷേ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് കാണിച്ചേക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ബാറ്ററി ടെസ്റ്റിൽ ഫെയിൽഡായിട്ടാണ് കാണിക്കുന്നത്. പരമാവധി ഉപയോഗിക്കുക. കംപ്ലൈൻറ്റ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. നമുക്ക് ബാറ്ററിയുടെ ഒരു കംപ്ലൈൻറ്റ്, സെൽഫ് എടുക്കാത്തൊരു കംപ്ലൈൻറ്റ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. കാരണം ഓൾറെഡി സെൽ ഡാമേജ് ആയിട്ടാണ് ബാറ്ററിയുടെ കണ്ടീഷൻ സ്റ്റാറ്റസ് ആയിട്ട് കാണിക്കുക. കാരണം ബാറ്ററിയുടെ കണ്ടീഷൻ മോശമായിട്ടാണ് കാണിക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ നമുക്ക് ജസ്റ്റ് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് ബാക്ക് ബ്രേക്ക് ഷൂ, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ, വീലിൻ്റെ ഡാമ്പർ റബ്ബർ, ഇത്രയായിട്ടാണ് നമുക്ക് ചേഞ്ച് ചെയ്ത് ഇടുന്നതായിട്ടുള്ളൂ. ബാക്കിയതൊക്കെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നതും ടാപ്പറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വർക്ക് വൈകിട്ടത്തേക്കേ ആവുള്ളൂ. കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ വിളിക്കാം. എന്തായാലും കുറച്ച് ലേറ്റായിട്ടാണ് തീരുള്ളൂ കേട്ടോ. കഴിഞ്ഞാൽ വിളിക്കാം. എന്തായാലും ഒരു 5 മണി 5:30 ആവും എന്തായാലും. ഓക്കെ.